ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ബ്രെഡും കൊണ്ടൊരു പിസ്സ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ഒരു രക്ഷയുമില്ല, അമ്മാതിരി ടേസ്റ്റായിരുന്നു. ഞാൻ ഉണ്ടാക്കിയോണ്ടല്ലേ പറയുന്നത്. ഇവിടെ രാവിലെ എൻ്റെ മക്കൾക്ക് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിൽ വെക്കാൻ ഉണ്ടാക്കിയതാണ്. പക്ഷേ അതിനു മുമ്പ് തന്നെ അവരത് തീർത്ത്. അത്ര ടേസ്റ്റായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്ര ടേസ്റ്റിൽ കിട്ടുമെന്ന്. അപ്പം നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന്. ഒരു ബ്രെഡോ 2 ബ്രെഡോ എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് പീസായിട്ട് മുറിച്ചിടണം. അതിലോട്ട് കുറച്ച് പാല്, ഒരു ഇത്തിരി പഞ്ചസാര, ലേശം ഉപ്പ്, അതുപോലെ ബേക്കിംഗ് സോഡ, ഇത് മൂന്നും കൂടി ഇട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പാനിൽ ഇതുപോലെ കുറച്ച് ബട്ടറോ നെയ്യോ എന്തായാലും മതിയേ. ഞാൻ ബട്ടറാണ് എടുത്തത്. അത് തേച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതുപോലെ ഒഴിച്ച് നല്ല റൗണ്ട് ഷേപ്പിൽ സെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലോട്ടൊരു അടപ്പ് പാത്രം വെച്ച് അടയ്ക്കുക, നന്നായിട്ട് കുക്കാവാൻ വേണ്ടി. ഒരു 5 മിനിറ്റ് ഇതുപോലെ അടപ്പ് പാത്രം വെച്ച് കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലെ അത് മറിച്ചിടണം. മറിച്ചിട്ടതിന് ശേഷം വീണ്ടും കുറേ നേരം മറിച്ചിടണ്ടേ, പെട്ടെന്ന് തന്നെ തിരിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ടൊമാറ്റോ സോസ് ഇതുപോലെ സ്പ്രെഡ് ചെയ്തെടുക്കണം. എന്നിട്ട് ചീസ് എടുത്തിട്ട് ഒരു ചോപ്പറിൽ വെച്ച് ഇതുപോലെ ചോപ്പ് ചെയ്ത് അതിൻ്റെ മുകളിലോട്ട് ഇടുക. എന്നിട്ട് വെജിറ്റബിൾസ് എൻ്റെ കയ്യിൽ സവാള, തക്കാളി, ക്യാരറ്റ് ഇത് ഇത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ ഇത്രയും ഇതിനകത്ത് ഇട്ടത്. എന്നിട്ട് അതിൻ്റെ മുകളിലും കൂടെ ഇത്തിരി ചീസ് ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ടിട്ട് ലോ ഫ്ലെയിമിൽ ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കണം. ഇതെല്ലാം കഴിഞ്ഞ് സാധനം സെറ്റായിട്ട് നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അത്ര പെർഫെക്ഷനൊന്നുമില്ല, പക്ഷേ ടേസ്റ്റ് പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. ഇവിടെ ഞാൻ ഉണ്ടാക്കി വെച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോൾ തന്നെ എൻ്റെ മക്കൾ അത് കംപ്ലീറ്റ് തീർത്ത്. ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുപോകാനാണ് ഉണ്ടാക്കിയത്. അതിനൊന്നും കിട്ടിയില്ല, അപ്പോഴത്തേക്ക് ഫുള്ളും കാലിയാക്കി. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്ന് അറിയിക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.